ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സിൻ്റെ ടൈം വളരെ വാല്യുബിളാണ്. അതേപോലെയാണ് തൊഴിലാളിയുടെ സമയവും അത്രയും വാല്യുബിളാണ്. രാവിലെ നമ്മൾ നടത്തുന്ന ഒരു 10 മിനിറ്റ് മീറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഡിസ്ട്രാക്ഷൻസ് ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഫൗണ്ടറുടേതായ ജോലികളും കാര്യങ്ങളിലും ഇടപെടണം. മറ്റുള്ള സ്റ്റാഫ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് അവരവരുടേതായ കാര്യങ്ങളിൽ ഇടപെടണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കോൾ വിളിക്കാനോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാനോ ഇത്തരം ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്ത് ഓൺലി ഫോക്കസ് ഓൺ ദ ജോബ്. പണ്ട് കാലത്ത് വിജയിച്ച നമ്മുടെ യൂസഫ് അലി കസാറോ നിരവധി ആളുകൾ, ഗോദ്രേജിൻ്റെ ഓണേഴ്സ്, ഇവരെല്ലാം ടാറ്റക്കാർ അല്ലെങ്കിൽ TVS, ഇവരാർക്കും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവർ വിജയിച്ചിരിക്കുന്നത്. സോ ഇന്ന് മോഡേണാണ് നമ്മൾ പറഞ്ഞ അത്രയും സമയം അതിനുവേണ്ടി ചെലവഴിക്കാതെ നമ്മുടെ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിൽ മാത്രം ചിന്തിച്ച് അതിൽ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതിനാണ് ഈ മീറ്റിംഗ് വെക്കുന്നത്. ആ 10 നിമിഷം മീറ്റിങ്ങും വാല്യുബിളായ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാവരുടെ കയ്യിലുണ്ടാകണം. എല്ലാവർക്കും ആ ഗ്രോത്ത് തിങ്കിങ് ഉണ്ടാകണം. ഇന്ന് ചെയ്തു, നാളെ ചെയ്യുമ്പോൾ അത് ചെറിയ ഗ്രോത്ത് വരും. അങ്ങനെ എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ തോണി തുഴഞ്ഞ് നമുക്ക് മുന്നോട്ട് സക്സസ്ഫുള്ളായി പോകാം. ആ ചിന്തകളിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഈ രീതിയിലും ഇനി മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഗിഗ് എന്നുള്ളൊരു പുതിയ എക്കോണമി സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾ കിട്ടാതെ ഒരു സാഹചര്യത്തിലേക്ക്, പെർമനൻറ്റ് തൊഴിലാളികളെ ലഭിക്കാതെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് ഈ ലോകം. അതാണ് ഗിഗ് എക്കോണമി. അങ്ങനെ വരുമ്പോൾ ഗിഗ് എക്കോണമി സ്റ്റാർട്ടാകുമ്പോൾ ഫ്രീഡം ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഏത് സമയത്തും ജോലി ചെയ്യുക, ഇഷ്ടപ്പെട്ട ടൈമിൽ വരും. അവർക്ക് കൊടുത്ത 2 മണിക്കൂറിലാണ് മാസശമ്പളം പോയി അവർലി സാലറി എന്ന ലെവലിലേക്ക് ഉയരും. സാലറി എന്ന് പറയാൻ പറ്റില്ല, അതൊരു റെമ്യൂണറേഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് കമ്പനിക്ക് പിന്നീട് ഈ ഫിക്സഡ് എക്സ്പെൻസസ് ഒഴിവാക്കാൻ കഴിയും. ആ രീതിയിൽ ഒരു കൾച്ചർ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമുള്ളവരെ വിളിക്കുക, കാര്യങ്ങൾ ചെയ്യുക, അവർ പറഞ്ഞു വിടുക, ഒരു പൈസ കൊടുക്കുക. സോ ഒരു കമ്മിറ്റ്മെൻറ്റ് കമ്പനിക്കുമില്ല, അവർക്കുമില്ല. അവർക്ക് വേണമെങ്കിൽ 4 മണിക്കൂർ വർക്ക് ചെയ്യുക, പല കമ്പനികളിലും വർക്ക് ചെയ്യുക. അവർക്കൊരു ഫ്രീഡം ഓഫ് ലൈഫ് വരുന്നു. ഇഷ്ടമുള്ളപ്പോൾ വർക്ക് ചെയ്യും, ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കുക. ഈ 9 to 5 പോയിരുന്ന് ജോലി ചെയ്യണമെന്നുള്ള ആവശ്യമില്ല. ബട്ട് ഇത് ജനറലായിട്ട് സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കും. ഇത് വളരെ ടെക്നോളജി സൈഡിൽ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുമ്പം ഇതുമായിട്ട് ഗിഗിന് മാർക്കറ്റ് വരും. ഗ്രാഫിക് ഡിസൈനേഴ്സ്, അങ്ങനെയുള്ള രീതിയിലുള്ള സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. ജനറൽ ആൾക്കാർക്ക് അത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. പക്ഷേ സ്കിൽഡ് വർക്കേഴ്സിന് ഇത് തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ട് നമ്മളും വന്ന് കൂടുതൽ എക്യുപ്ഡ് ആകുക, സമയം സേവ് ചെയ്ത് ആ സമയം വാല്യുബിൾ കോൺട്രിബ്യൂഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഈ പറഞ്ഞ മാതിരിയുള്ള ഡിസ്ട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആർക്കും വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പല സമയത്തും ഫോൺ വിളിക്കുക, പല സമയത്തും മെസ്സേജ് അയയ്ക്കുക, ഉടനെ തിരിച്ചു വിളിക്കുക എന്ന് പറയുക, സസ്പീഷ്യൻസോടെ മാർക്കറ്റിങ്ങിൽ ആളുകളെ അയക്കുക, ഈ രീതിയിൽ പാടില്ല. ഒരു സെയിൽസ് ഹെഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സെയിൽസ് ഹെഡിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്. പിന്നീട് താഴെയിലിരിക്കുന്ന ആളെ കൺട്രോൾ ചെയ്യുന്ന സെയിൽസിൻ്റെ ഹെഡാണ്. അല്ലാണ്ട് അത് നമുക്ക് ബാധിപ്പില്ല. കാരണം പിറ്റേന്ന് രാവിലെ അറിയാൻ പോകുന്നുണ്ട് എന്താ സെയിൽസ്, എത്ര എക്സ്പെൻഡിച്ചറാണ്, എല്ലാമേ തന്നെ നമുക്കറിയും. സോ ആ ഒരു ഡാഷ്ബോർഡ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എവിടെ വീക്ക് വെച്ച് അവിടെ ഫോക്കസ് ചെയ്യുക, അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക. ബേസിക്കലി ഒരു ട്രസ്റ്റ് ക്രിയേഷനാണ് ഇമ്പോർട്ടൻ്റ്. ആ വിശ്വാസ്യതയാണ് എല്ലാവരിലും വളർത്തേണ്ടത്.
നമ്മുടെ കമ്പനി എന്നുള്ള രീതിയിലൊരു കൾച്ചറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഫൗണ്ടറെ സംബന്ധിച്ചോളം ഫൗണ്ടർ തീർച്ചയായിട്ടും താൻ തൻ്റേതായ ഉയർച്ചയ്ക്ക്, തൻ്റേതായ വളർച്ചയ്ക്ക്, കാരണം ഫൗണ്ടർക്ക് ഹെൽപ്പ് ചെയ്യാൻ ഫൗണ്ടറാണ് ഗൈഡ്, ഫൗണ്ടർ ലീഡറാണ്, മുന്നിൽ നിന്നുകൊണ്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരാളാണ്. അതുകൊണ്ട് കപ്പിത്താൻ എന്ന നിലയ്ക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും മറ്റുള്ള ഇൻഫർമേഷൻ ശേഖരിക്കാനും നമ്മുടെ കണ്ണുകൾ എല്ലാ ഭാഗത്തുള്ള ഉണ്ടാകാനും. പക്ഷേ നമ്മൾ റിലാക്സ് വേയിൽ വേണം വർക്ക് ചെയ്യാൻ. കാരണം സ്ട്രെസ് എടുത്ത് വർക്ക് ചെയ്യുമ്പോൾ പല ആർഗ്യുമെൻറ്റ്സും സംസാരങ്ങളും ഉണ്ടാവും. അത്തരം സംസാരങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ് ഈ പെട്ടെന്നുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ കോൾസും വാട്സാപ്പ് മെസ്സേജസും ഇതെല്ലാം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ റിലാക്സായിട്ട് ഇരിക്കുക, കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുക, എന്നിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ഒരു സ്ട്രാറ്റജി തന്നെയാണ് മുന്നോട്ട് കമ്പനികൾ വരേണ്ടത്.